84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിച്ചുകൂട്ടി. അന്ന പ്രവാചികയെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യമാണിത്. എമ്മാനുവൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും നൽകുന്ന പ്രോത്സാഹനവും പ്രാർത്ഥനയുമാണ് ഈ ആത്മീയ ശുശ്രൂഷയുടെ ഇന്ധനം. ഇതിലുള്ള ഒരുപാട് മക്കള് വിളിക്കുകയും പ്രാർത്ഥന യാചിക്കുകയും ചെയ്യുന്നു. ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ഇതെല്ലാം ഒരു ദൈവരാജ്യ ശുശ്രൂഷയാണ്. അന്ന പ്രവാചിക 84 വയസ്സ് ഉള്ള പ്രവാചികയാണ്. കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിന്റെ കൂടെ ജീവിച്ച് ശേഷിച്ച 77 വർഷം ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദേവാലയത്തിൽ തന്നെ കഴിച്ചുകൂട്ടിയ പ്രവാചികയാണ് അന്ന. സ്നേഹമുള്ളവരെ, ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അന്ന പ്രവാചികയ്ക്ക്. രക്ഷകൻ വരും, ഇസ്രായേൽ ജനത്തിന്റെ ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ദേവാലയം വിട്ടുപോകാതെ പ്രാർത്ഥനാ നിരതയായിരുന്ന പ്രവാചികയുടെ കൈക്കുമ്പിളിലേക്ക് പരിശുദ്ധ അമ്മ രക്ഷകനെ വെച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ദൈവം തരുന്നൊരു സന്ദേശം: പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ലെന്നല്ലേ സുവിശേഷം പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു രക്ഷകൻ വരും. നമ്മുടെ ഈ പ്രതിസന്ധി മാറും. നമ്മുടെ കടഭാരം, രോഗം, നമ്മുടെ അപമാനം എല്ലാം മാറും. ഒരു പ്രതീക്ഷയുടെ പുത്തൻ വെളിച്ചം കാണാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രിയരെ, ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്: ദൈവത്തെ അനവരതം സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ ക്രിസ്മസ് ഒരുക്കം ദൈവസ്തുതികൾ ഉയരുന്ന ഒരു ഒരുക്ക ശുശ്രൂഷയാകട്ടെ. സാധിക്കുന്ന സമയം മുഴുവൻ കർത്താവെ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ദേവാലയങ്ങളിൽ, നിത്യാരാധന കേന്ദ്രങ്ങളിൽ പോയിരുന്ന് അല്പസമയം കർത്താവിന്റെ ജീവിതാനുഭവങ്ങളെ ധ്യാനിച്ച് നമുക്കും ആ വിശുദ്ധിയുടെ ആ പടവുകൾ ചവിട്ടിക്കയറാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.